ഏതൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ ഹായ് ഹലോ നമസ്തേ ഗൈസ്, വെൽക്കം ബാക്ക് ടു GK വേൾഡ്. വേറൊരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അമ്പലത്തിലേക്കൊക്കെ പോയി ട്യൂഷനൊക്കെ രാവിലത്തെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ട്യൂഷനുണ്ട്. സോ വെൽക്കം അഗെയിൻ ടു അനദർ ട്യൂഷൻ വ്ളോഗ്. ട്യൂഷൻ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ട്യൂഷൻ അങ്ങനെ വ്ളോഗ് എടുക്കാനായിട്ട് അത്ര വലിയ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ട്യൂഷൻ എടുക്കുന്നതിനിടയിൽ പിന്നെ വേറെ വല്ല സഹായങ്ങളൊക്കെ വേണ്ടി വരും. പക്ഷേ അതിനിപ്പോൾ ആളായിട്ടില്ല. ഭാവിയിൽ നമുക്കത് പ്രതീക്ഷിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം. ഇപ്പോൾ സമയം 10:10 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് 10:30ക്കാണ് ട്യൂഷൻ ഉള്ളത്. സോ ഇന്നത്തെ ജേണി തുടങ്ങുക. ഇല്ല കൊണ്ടുവരണം. ഞാൻ യൂട്യൂബ് വീഡിയോ എടുക്കാൻ തുടങ്ങിയ ആ ഒരു സമയത്താണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. പണ്ടൊക്കെ ഒരു ഭയങ്കരമായിട്ട് ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായിട്ട് സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യായിരുന്നു. ഇപ്പോൾ അതിനൊന്നും സമയം കിട്ടാറില്ല. ട്യൂഷൻ പിന്നെ അതുപോലെ തന്നെ നല്ല പോലെ എന്താ പറയുക, വെയിലൊക്കെ കൊണ്ടിട്ടാണ് ഈ വണ്ടിയിലൊക്കെ പോകാറുള്ളത്. സോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ടാൻ അടിക്കാറുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് പൂരങ്ങളുടെ മാസമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരെന്നുള്ള നിലയ്ക്ക് മിക്ക പൂരങ്ങൾക്ക് നമ്മൾ പോകുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ട്യൂഷൻ അവസാനിച്ച് ഏകദേശം ഒരു വെക്കേഷൻ ടൈമിലാണ്. അപ്പം എന്തായാലും തൃശ്ശൂർ പൂരത്തിനൊക്കെ പൂരപ്പറമ്പിൽ ഇങ്ങനെ കിടന്ന് നടക്കും. ഫുള്ള് ടാൻ അടിച്ചിട്ടൊക്കെയാണ് നടക്കാറുള്ളത്. അപ്പോൾ ഇത്ര വർഷങ്ങളായിട്ട്, കുറച്ചധികം വർഷങ്ങളായിട്ട് ഞാൻ അത്ര വലിയ കെയർ ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കെയർ ചെയ്ത് തുടങ്ങണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടാൻ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ടാൻ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ അതിനുള്ള സമയം കണ്ടെത്തി അതും കൂടി ചെയ്യണം. സോ അങ്ങനെ പിന്നെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് തടി കൂടിയത് എന്താ പറയുക, മധുരം ഭയങ്കരമായിട്ട് കഴിക്കാറുണ്ട്, ഓയിലി ഫുഡ്സ് കഴിക്കാറുണ്ട്. ഒരു ഡയറ്റിൻ്റെ കറക്റ്റ് ഒരു കൺട്രോളില്ല ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ. പക്ഷേ അതൊക്കെ എപ്പോഴൊക്കെയോ നമ്മളത് മറന്നു പോകും. ഇനിയിപ്പോൾ എന്തായാലും അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം. ജിമ്മിന് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരം കണ്ടെത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 24 മണിക്കൂർ പോരാൻ തോന്നും. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാനിന്ന് വണ്ടി എടുത്തില്ല, നടന്നിട്ട് 11:30ക്കുള്ള ട്യൂഷൻ ഇപ്പോൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെയിലത്ത് പോകുമ്പോൾ 2 ഉപകാരങ്ങളാണുള്ളത്. ഒന്ന്, എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഈ ഒരു വെയിൽ കൊള്ളുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മുൻപ് നമ്മൾ പറയാറുണ്ട് 10 മണിക്ക് മുൻപുള്ള വെയിൽ കൊള്ളണമെന്ന്. അങ്ങനെയൊന്നുമില്ല, ഈ ഒരു വെയിൽ കൊണ്ടാലും മതി. അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ട് ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ പഴയ തറവാടുണ്ടായിരുന്ന പറമ്പാണ്. അപ്പോൾ ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കുവാണ്. പഴയ മരങ്ങളൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എന്തെങ്കിലുമൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, ഹോപ്പ്ഫുള്ളി. അപ്പോൾ അങ്ങനെ ട്യൂഷൻ എത്താറായി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പോകുന്ന വഴിക്ക് ഒരു ഗ്യാസ് ഗോഡൗൺ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ തണൽ നോക്കിയിട്ട് നമ്മുടെ പട്ടിക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ അവിടെ ഇവിടെ കേട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. CBSE 10ാം ക്ലാസ്സിൻ്റെ മാത്സ് ആണ്. അവർക്ക് പരീക്ഷയാണ് ഈ വരുന്ന ഫെബ്രുവരി 19 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ പഠിപ്പുരയിലാണ് നമ്മൾ. അങ്ങനെ ട്യൂഷനും കഴിഞ്ഞ് ഏകദേശം 1:30 ആ വെയിലും കൊണ്ട് വീണ്ടും തിരിച്ചു വന്നു. വൈറ്റമിൻ ഡി അധികമായോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള വിഭവങ്ങളാണിത്. അങ്ങനെ ഭക്ഷണവും കഴിച്ച് 1 മിനിറ്റ് പോലും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല. നേരെ ട്യൂഷന് വന്നു. അടുത്ത ട്യൂഷൻ 2:30ക്കാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ചെറിയ കുട്ടികൾ മുതൽ +2 വരെയുള്ള ആളുകൾ ഇവിടെ പഠിക്കുന്നുണ്ട്. സോ ചെറിയ കുട്ടികൾക്ക് എടുക്കേണ്ട സ്വാതി ഇന്ന് ലീവാണ്. അപ്പോൾ അവരുടെ കാര്യം കൂടി ഇന്ന് ഞാൻ നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വളരെ സ്ട്രെസ്സ് കൂടിയൊരു ദിവസമാണ്. എനിക്കറിയില്ല എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. സോ അതാണ് ഇന്നത്തെ പ്രത്യേകത. ഹായ്, എന്താ പഠിക്കാൻ പോണേ? 99, 98 അങ്ങനെ നമ്മൾ 1 വരെ അല്ലേ? 100 to 1 അല്ലേ? നമ്മള് ബാക്ക്വേർഡ് കൗണ്ടിങ് ആണ് പഠിച്ചുകൊണ്ടിരിക്കണം അല്ലേ? ടഫാണോ മാത്സ്? ടഫാണോ ധനുവോ? മാത്സ് ടഫാ? പഠിക്കാൻ ടഫാ ആണോ? ഭയങ്കര ടഫാണോ? അയ്യോ, എന്താ ചെയ്യാ? മാത്സ് ഒഴിവാക്കണം നമുക്ക്. മാത്സ് ഒഴിവാക്കണം. എന്നിട്ട് പകരം ഏത് സബ്ജക്റ്റ് വയ്ക്കണം? പകരം നമുക്ക് കളിക്കാനുള്ളത് വയ്ക്കാം അല്ലേ?
നമുക്ക് അതിനിടയിൽ കുറച്ച് കളിക്കാം കേട്ടോ. ആ പിന്നെ അത് ബാക്ക്വേർഡ് അല്ലല്ലോ. 87 ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങോട്ട് വന്നത്. എന്താ ഇരിക്കുന്ന വയ്യ കുട്ടിക്ക്? പിന്നെന്താ പ്രശ്നം? പറഞ്ഞു ചെയ്തോ. നോക്ക് നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, എന്നെ നോക്ക്. ആ അതന്നെ. എന്ത് എന്താന്ന് എന്താന്ന് എവിടെ 54 കഴിഞ്ഞാ 54 കഴിഞ്ഞാ അടുത്ത എന്താ വരിക? 4ന്റെ 50 കഴിഞ്ഞത് ഇവിടെ ഇവിടെ ആ ഓർഡറിൽ എങ്ങനെയാ? 4 കഴിഞ്ഞാൽ ആരാ? 55 54 പിന്നെന്താ വരിക? 4 കഴിഞ്ഞ എന്താടാ? 4ന്റെ തൊട്ട് താഴെ ആരാളെ? അവിടെ നോക്ക്, ഞാനവിടെ എഴുതി പഠിപ്പിച്ചു നോക്ക്. 4 കഴിഞ്ഞ ആരല്ലേ? ആ അപ്പൊ 53. അതായത് നീയും പെടും അവിടെ തൊട്ടി വെറുതെ സമയങ്ങളോ. ആ ഡാ ഇംഗ്ലീഷ് ടെക്സ്റ്റ് എനിക്കിപ്പോ തൽക്കാലം വേണ്ട. ഞാൻ പറഞ്ഞു എടുത്തത് വായിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എടുത്തത് വായിച്ചു നോക്കാം ആദ്യം. ഓ എന്താ എല്ലാ പണിയും കഴിഞ്ഞ പോലെ ഇരിക്കാൻ എന്തിനാ? ആ ശരിയാ മോളെ. ഈ ഗ്യാപ്പ് കൂടെ കൊണ്ടുവന്നെ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി അവിടെ വർത്തമാനം പറഞ്ഞ് കലബില കൂട്ടുന്ന ആൾക്കാര് മണ്ടനും മണ്ടത്തികളാണ്. ഞാൻ പറഞ്ഞു അവനവന്റെ വർക്കുകൾ ചെയ്യുക. എന്തേ വെറുതെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കില്ലല്ലോ, ബുക്ക് എടുക്കൂ കേട്ടോ. എന്താ മോളെ, ഇതാണോ എടുക്കാളെന്ന്? ആണോ? ഓക്കെ, ഇവിടെ ഇരിക്കാം കേട്ടോ. വർത്തമാനം പറയാണ്ട് ബുക്ക് എടുത്ത് ഫിസിക്സ് ഇന്നലെ പറഞ്ഞതൊക്കെ പഠിച്ച് കേൾപ്പിക്കുക. ഗൗതം, ഞാൻ പറഞ്ഞത് മനസ്സിലായോ മോനെ? ആ എന്തിനാ ബുക്ക് എടുത്തോളോ. ധനുവോ കമോൺ. ബിഗ്ഗസ്റ്റ് ആനിമൽ എന്താ? ബിഗ്ഗസ്റ്റ് ആനിമൽ ആരാ? ബിഗ്ഗസ്റ്റ് ആനിമൽ ടൈഗർ എന്ന് പറയുന്നത് നാഷണൽ ആനിമൽ. ബിഗ്ഗസ്റ്റ് ആനിമൽ നേരത്തെ പറഞ്ഞല്ലോ. ധാരാളം അത് ബ്ലൂ വെയിലിനെ എവിടെ കാണുക? വെള്ളത്തിൽ വെച്ചാല് കുളത്തില് കാണോ? ആ വെള്ളം എന്ന് പറഞ്ഞ കുളത്തില് കാണോ? ഓഷ്യനില് കാണോ? ഓഷ്യനില്. ആ പിന്നെ ലാർജസ്റ്റ് ലാൻഡ് ആനിമൽ ആരാ? കരയിൽ കാണുന്നത് ഏറ്റവും വലുത് ആരാ? എലിഫന്റ് സ്പെല്ലിംഗ് എന്താ? AN ഉണ്ട് കേട്ടാ, NT. അവിടെ വർത്താനം പറയണ മണ്ടന്മാരും മണ്ടത്തികൾ എന്ന് പറഞ്ഞപ്പോ എല്ലാരും വിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതെ ഞാൻ നിങ്ങളുടെ മിണ്ടരുതെന്ന് പറഞ്ഞ ആദ്യം. ആ അതൊരു കാര്യമാണ്, അത് വേറെ സംഭവം. അത് ഞാൻ പറയാം, അത് ഞാൻ ഇപ്പൊ പറയാം കേട്ടോ. ഈ കണക്കൊന്നും ഞാൻ നോക്കട്ടെ കുട്ടിയുടെ. ഓക്കെ, ഇനി ആ ടെക്സ്റ്റിലുള്ളത് നമുക്ക് വീണ്ടും നോക്കാം കേട്ടോ. ഇവിടെ ഒന്നാമത് മിഠായി ഇരുന്ന് കഴിക്കാനുള്ള അനുവാദം ചോദിക്കണം, മനസ്സിലായ? പിന്നെ നിന്റെ വായിൽ ഇപ്പൊ മിഠായി ഉണ്ടല്ലോ, പിന്നെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, മിഠായി ഇവിടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. എവിടെ നിന്റെ വായിലുണ്ട്? അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചിട്ടോ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കയറുമ്പോഴേക്കും അത് കഴിച്ച് തീർത്തിട്ട് കയറാം. അത് വായിലിട്ട് ഇങ്ങനെ നുണഞ്ഞിവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, കഴിക്കണം എന്ന് വിചാരിച്ച് മിഠായിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആരൊക്കെയാണോ അവർക്കൊക്കെ കൊടുത്ത് കഴിക്കുക എന്നുള്ളതാണ് ഒരു മര്യാദ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നീ എന്തിനാ ഈ മിഠായി നോഞ്ഞോണ്ടിരിക്കണപ്പോ? ബുക്ക് എടുത്തറ. ആ ബേർഡ്
ജിറാഫിന്റെ സ്പെല്ലിങ് GIRA. ആ വിഷ്ണു ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണത്. ഞാൻ നിന്റെ പഠനമാണ് ഇതിൽ കാണേണ്ടത്. ആ എന്ത് പറഞ്ഞാലും ഓരോരോ ന്യായങ്ങളുണ്ട്. അങ്ങോട്ട് തിരിച്ചിരിക്കുന്നു വേണ്ട, എല്ലാരും കൂടെ കൂടുതൽ നീളം വിടും. നിങ്ങളെന്തായി പഠനം? ആ കൃത്യത്തിന് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ ട്യൂഷൻ കഴിഞ്ഞതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഈ കസേരയൊക്കെ ഒന്ന് ഒതുക്കി ഇട്ടതിന് ശേഷം ഇവിടുത്തെ ലൈറ്റും ഫാനും എല്ലാം ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പറങ്ങും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ട്യൂഷൻ എടുക്കുന്ന അത്ര വലിയ പണിയാണോ, ഭാരപ്പെട്ട പണിയാണോ എന്നുള്ളതൊക്കെ. അത് ട്യൂഷൻ എടുക്കുന്നവർക്കറിയാം. നമ്മളിപ്പോൾ 1-2 പേരൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു പീക്ക് ടൈം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ സാധാരണ സ്കൂളുകളൊക്കെ ഉള്ള ദിവസം പീക്ക് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു നമുക്കവിടെ ട്യൂഷൻ തുടങ്ങും 4:30 തൊട്ട് ഭയങ്കരമായിട്ടുള്ള റഷ് വരും. 4 മണി 4:30 പിന്നെ കുഴപ്പമില്ല. ഒരു 5:30 സമയമാകുമ്പോഴേക്കൊക്കെ ഭയങ്കര റഷായിരിക്കും. പിന്നെ ഒരു രക്ഷയില്ല, നമുക്ക് അങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഭയങ്കരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, സ്ട്രെസ് ലെവലിൻ്റെ ഒക്കെ ഒരു പീക്ക് ലെവലിലേക്ക് നമ്മൾ കാണും. ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് എത്തും. ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ പല സിലബസ് മാറി വരുന്നു. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സിലബസ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. ഇത് ഇങ്ങനെ ഓരോരോ മണിക്കൂറുകൾ ഇടവിട്ട് ഇങ്ങനെ ഓരോരോ സിലബസുകൾ മാറി വരുന്നു, ക്ലാസ്സുകൾ മാറി വരുന്നു. ഭയങ്കര സ്ട്രെസ്സാണ്. ഇപ്പോൾ ഏകദേശം സമയം 9:30 ആയി. 9:30. ഇപ്പോൾ ഞാനിപ്പോൾ 9:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകണം. വീട്ടിലെത്തിയിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്, ഒന്ന് ഫ്രഷ് ആവണം. പക്ഷെ അതിന് മുൻപ് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ആദ്യം ഭക്ഷണം കഴിച്ചിട്ടൊക്കെയാണ് ഫ്രഷ് ആവാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗുമായി നെക്സ്റ്റ് ഡേ കാണാം. ബൈ.